നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയില് വെറ്റില ദീപം എങ്ങനെയാണ്, അതല്ലെങ്കിൽ അത് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്, എന്തൊക്കെ ഗുണങ്ങളാണ് അത് ചെയ്യുന്നത് കൊണ്ട് ലഭിക്കുന്നത് എന്ന് നോക്കാം. നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ സന്ധ്യാസമയം നമ്മൾ ദീപം കൊളുത്താറുണ്ടല്ലേ, അല്ലെങ്കിൽ വിളക്ക് വെക്കാറുണ്ട്. അത് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്നറിയാമോ? പണ്ട് തൊട്ടേ എല്ലാവരും ചെയ്യുന്നു, നമ്മളും ഫോളോ ചെയ്യുന്നു. പക്ഷെ അതിന്റെ കാരണം നിങ്ങൾ ഇതുവരെ തിരക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലുള്ള ഭൂദേവിയെ ഇറക്കി ശ്രീദേവി അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ നമ്മൾ ആനയിക്കാൻ വേണ്ടിയിട്ടാണ് വിളക്ക് തെളിയിക്കുന്നത്. വീട്ടിലുള്ള ഇരുട്ടുകളൊക്കെ മാറ്റി പ്രകാശം നിറയ്ക്കുവാൻ വേണ്ടി. വീട്ടിലെ ഇരുട്ട് എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലുള്ള ഇരുട്ടുകളാണ്. അഹങ്കാരം, അഹംഭാവം, ദേഷ്യം, വെറുപ്പ്, അസൂയ, ഇങ്ങനെയുള്ള വളരെ ദോഷകരമായ എല്ലാ വികാരങ്ങളെയും മാറ്റി നമ്മളുടെ ജീവിതത്തിലേക്ക് നല്ല നല്ല നന്മകളും വളരെ നല്ല നല്ല അനുഭവങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്നും വിളക്ക് വെക്കുന്നത്. വെറ്റില ദീപം എന്ന് പറയുന്നത് നമ്മൾ മുരുക ഭഗവാന് വേണ്ടി ചെയ്യുന്ന വഴിപാടാണ്. ഇത് വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്ന ഒരു വഴിപാടാണ്. മുരുക ഭഗവാന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് തന്നെ 6 വെറ്റില എടുക്കുകയാണ് വേണ്ടുന്നത് മെയിനായിട്ട്. അതുപോലെ മുരുക ഭഗവാന്റെ പ്രധാനപ്പെട്ട ദിവസമായ ചൊവ്വാഴ്ച രാവിലെ ചൊവ്വാഹോരയിലാണ് ഈ വെറ്റില ദീപം തെളിയിക്കേണ്ടത്. ചൊവ്വാഴ്ച രാവിലെ മാത്രമല്ല, ചൊവ്വാഹോര എന്ന് പറയുന്നത് ചൊവ്വാഴ്ച രാവിലെ 6 മണി തൊട്ട് 7 മണി വരെയും, ഉച്ചയ്ക്ക് 1 മണി തൊട്ട് 2 മണി വരെയും, രാത്രി 8 മണി തൊട്ട് 9 മണി വരെയാണ് ഉള്ളത്. ഈ സമയങ്ങളിലാണ് വെറ്റില ദീപം തെളിയിക്കാൻ ഉത്തമം. ഇതിൽ നിങ്ങൾക്ക് ഏതൊരു സമയം വേണേലും എടുക്കാം. രാവിലെയോ ഉച്ചയ്ക്കോ രാത്രിയോ എടുക്കാം. ഇപ്പം ഉച്ചയ്ക്കും രാത്രിയിലൊക്കെ വിളക്ക് കത്തിക്കാമെന്ന് വെച്ചാൽ കത്തിക്കാം. ഈ ചൊവ്വാഹരയിൽ നിങ്ങൾക്ക് വെറ്റില ദീപം തെളിയിക്കാവുന്നതാണ്. പണ്ടൊക്കെ വീടുകളിൽ കിടാവിളക്ക് വരെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ടൈം, അപ്പോൾ രാത്രി വിളക്ക് വെക്കുന്നതിനകത്ത് ഒരു തെറ്റുള്ളതായിട്ടൊന്നുമില്ല. ഇതിനായിട്ടൊരു താലം വേണം, അതേപോലെ തന്നെ 6 വെറ്റില വേണം, നെയ്യ് വേണം, ഒരു ചിരാത് വിളക്ക് വേണം. ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. ആ താലം വളരെ കഴുകി വൃത്തിയാക്കി വെച്ച താലത്തിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിങ്ങനെ വിരിച്ചിങ്ങനെ വെക്കുക. വെറ്റിലകളുടെ തണ്ട് നമ്മൾ നുള്ളി അത് ആ ചിരാതിനകത്ത് വെക്കണം. എന്നിട്ട് വേണം വെറ്റിലകൾ തളികയിൽ വെക്കുവാനായിട്ട്. ഈ ചിരാത് വിളക്ക് നടുക്ക് വെക്കുക, തളികയുടെ നടുക്ക് വെക്കുക. അത് കഴിഞ്ഞ് എല്ലാ വെറ്റിലകളിലും ആദ്യം മഞ്ഞൾ കൊണ്ടിട്ട് ഒരു തിലകം ചാർത്തുക. അത് കഴിഞ്ഞ് കുങ്കുമം കൊണ്ടിട്ട് ഈ മഞ്ഞൾ തിലകത്തിന്റെ മുകളിലായിട്ട് ചാർത്തുക. ഇതേപോലെ തന്നെ ചിരാതിനകത്തും 4 സൈഡിനും ഇതുപോലെ മഞ്ഞളും കുങ്കുമവും തിലകം ചാർത്താവുന്നതാണ്. അത് കഴിഞ്ഞ് ഈ വെറ്റിലയുടെ തണ്ടിട്ട ചിരാതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ എല്ലാവരും ചോദിക്കും, വിളക്കെണ്ണ ഒഴിച്ചാൽ പോരെ? അല്ല, നെയ്യാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. നെയ്യ് ഒഴിച്ചു കൊടുത്ത് തിരിയിട്ട് കത്തിക്കുക. ഇത് കത്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തൊരാഗ്രഹമാണോ നടക്കേണ്ടത്, ആ ഒരു ആഗ്രഹത്തിനെ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ 6 വെറ്റില എടുക്കുന്നത് മുരുക ഭഗവാൻ എന്ന് പറയുന്നത് ആറുമുഖനാണ്. അതേപോലെ 6 പട വീടുണ്ട്. മുരുക ഭഗവാന്റെ നമ്പർ എന്ന് പറയുന്നത് 6 ആയിട്ട് വരും. അപ്പോൾ 6 വെറ്റിലകൾ അതിനാണ് എടുക്കുന്നത്. വെറ്റിലയുടെ തണ്ട് നുള്ളുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറ്റിലയിൽ മഹാലക്ഷ്മിയും തണ്ടിൽ മൂദേവിയുമാണ് ഉള്ളത്. അപ്പോൾ ആ മൂദേവിയെ നമ്മൾ എറുത്ത് ചിരാതിലിട്ട് കത്തിക്കുന്നത്. ഇന്ന് ഈ തളിക നിങ്ങൾക്ക് പൂക്കൾ വെച്ചൊക്കെ അലങ്കരിക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ ഏതൊരാഗ്രഹവും വെറ്റില വഴിപാടിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. വളരെ വിശ്വാസത്തോടു കൂടി മുരുക ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതിനു വേണ്ടിയിട്ട് ഈ വിളക്ക് വെക്കുമ്പോൾ മുരുകന്റെ എന്തെങ്കിലും മന്ത്രങ്ങളോ അല്ലെങ്കിൽ സ്കന്ദഷഷ്ടി കവചമോ ഒക്കെ ചെല്ലാവുന്നതാണ്. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂട്യൂബിൽ പ്ലേ ചെയ്യാവുന്നതുമാണ്. പിന്നെ നമ്മൾ വഴിപാടുകളൊക്കെ നടത്തിക്കൊണ്ട് മാത്രം ഒരു കാര്യമില്ല. നമ്മൾ മറ്റുള്ളവർക്കൊരു ദ്രോഹം ചെയ്യാണ്ടിരിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ എത്തി നോക്കാതിരിക്കുക. അതാണ് കറക്റ്റായിട്ട് പറയേണ്ടത്. എത്തി നോക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഓരോരുത്തരും അവനവന്റെ ജീവിതം
ഓരോ രീതിയിലാണ് ജീവിക്കുന്നത്. ഞാൻ ജീവിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല നിങ്ങളെല്ലാവരും, അതായത് ഈ ലോകത്തുള്ള എല്ലാവരും അവനവന്റെ സ്റ്റൈലിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവനവൻ കിട്ടുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവനവന്റെ ഉയർച്ചയും വ്യത്യാസമായിരിക്കും, അല്ലേ? നമ്മൾ നാട്ടിൽ കണ്ടുവരുന്ന കാര്യമുണ്ട്. അയലത്തെ വീട്ടിൽ കാർ എടുത്താൽ നമ്മൾ കാർ എടുക്കും, അയലത്തെ വീട്ടിൽ ഇരുനില വെച്ചാൽ നമ്മൾ ഇരുനില വെക്കും. നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നല്ല നിങ്ങൾ നോക്കുന്നത്, മറ്റുള്ളവരെന്താണോ ചെയ്യുന്നത് എനിക്കും അതിനനുസരിച്ച് ചെയ്യണം, എനിക്കും അതേപോലെ ഗമ കാണിക്കണം. ആ ഒരു ചിന്താഗതി നമ്മളെ മലയാളികൾ ഉപേക്ഷിക്കേണ്ട സമയമൊക്കെ എന്നേ കഴിഞ്ഞു. നിങ്ങളുടെ ലൈഫിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുക. മറ്റുള്ളവർക്ക് നല്ലത് വരുന്നത് അസൂയപ്പെടാതിരിക്കുക. ഈ അസൂയ എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിച്ചൊരു കാര്യം നമ്മൾക്ക് കിട്ടാതെ വേറൊരാൾക്ക് കിട്ടുന്ന കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരമാണ് ഈ അസൂയ. നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടും. മറ്റൊരാൾക്ക് കിട്ടുന്നത് കണ്ടിട്ട് നിങ്ങൾ അസൂയപ്പെടുന്നത് കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലതൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളുടെ ലൈഫ് മാത്രമാണ് നശിച്ചു പോകുന്നത്. ആ വ്യക്തി, നിങ്ങൾ ആരെയും നോക്കിയാണോ അസൂയപ്പെടുന്നത്, അവരെ സന്തോഷമായിട്ട് ജീവിക്കുക, അവർക്കൊന്നും പറ്റാനൊന്നും പോകുന്നില്ല. അപ്പോൾ അങ്ങനെ ജീവിക്കുക, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി വേറൊരു ശുദ്ധ കർമ്മങ്ങളും ചെയ്യാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾക്കൊരിക്കൽ തിരിച്ചു വരുന്നതാണെന്നുള്ളത് ഓർക്കുക. കർമ്മ എന്നുണ്ട്, നിങ്ങൾ ചെയ്യുന്നതിന്റെ കർമ്മഫലം നിങ്ങൾ അനുഭവിച്ചില്ലെങ്കിലും നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളൊക്കെ അനുഭവിക്കും. അതാണ് കർമ്മയുടെ പ്രധാനപ്പെട്ടൊരു നിയമം. നിങ്ങളെല്ലാം ചെയ്തിട്ട് വയസ്സാം കാലത്തോ ഞാൻ ചെയ്തത് ഞാനല്ലേ അനുഭവിക്കൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആയിരിക്കത്തില്ല. നിങ്ങൾ ചെയ്തതിന്റെ അനുഭവിക്കുന്നത് നിങ്ങളുടെ മക്കളും അവരുടെ മക്കളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള മറ്റുള്ളവർക്ക് വേണ്ടി ദ്രോഹം ചെയ്യുന്നവരൊക്കെ ഒന്ന് നോക്കുക. അവർക്കൊന്നും ചിലപ്പോൾ ഒരു കുഴപ്പവും കാണില്ല. അവര് ദുഃഖപ്പെടുന്നത് അവരുടെ മക്കളോ മക്കളുടെ മക്കളുടെ ലൈഫൊക്കെ പോകുന്നത് കണ്ടിട്ടാണ്. അവരുടെ കർമ്മത്തിന്റെ ഫലമാവുന്ന അവരും അറിയുന്നില്ല, മക്കളും അറിയുന്നില്ല. അപ്പോൾ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ആവശ്യമില്ലാതെ എത്തി നോക്കാതിരിക്കുക, അസൂയപ്പെടാതിരിക്കുക. ഇതൊക്കെ ശീലിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനോടൊപ്പം പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, ഇങ്ങനെയുള്ള കർമ്മങ്ങളും വഴിപാടുകളൊക്കെ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടായാലും ആരോഗ്യകരമായ പ്രശ്നങ്ങളായാലും എല്ലാം തന്നെ മാറി നിങ്ങളുടെ ജീവിതം തന്നെ നല്ല രീതിയിലേക്ക് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത് ഇത്ര ദിവസം ചെയ്യണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള അത്രയും ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അല്ലെങ്കിൽ ഇതൊരു എന്നും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് പോലെ തന്നെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വെറ്റില ദീപം വെക്കാം എന്നൊരു രീതിയിൽ നിങ്ങൾക്ക് പോകാവുന്നതാണ്. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട്, അതായത് വിളക്ക് കത്തിച്ചു കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ വെറ്റില നിങ്ങൾക്ക് ഏതെങ്കിലും ചെടികളുടെ മൂട്ടിൽ, ഈ ചെടികളുടെ മൂട്ടിലിടാൻ പറയുന്നത് കാരണം ചവിട്ട് തേക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള അഴുക്കുകളും ഒന്നും അതിൽ വീഴാതിരിക്കാനാണ് ഈ ചെടിയുടെ മൂട്ടിലിടുക എന്ന് പറയുന്നത്. അതിനുപയോഗിച്ച പൂക്കൾ വേണമെങ്കിൽ നമുക്ക് ചെടിയുടെ മൂട്ടിലിടാം. പിന്നെ ഉള്ളത് എന്ന് പറയുന്നത് മൺചിരാതെ നമുക്ക് കഴുകിയെടുത്ത് അടുത്ത ദിവസത്തേക്ക് അടുത്ത പൂജയ്ക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നത് തലയ്ക്കൊക്കെ കഴുകിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിലെ ദീപം തെളിയിച്ച് നോക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ എനിക്കതൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇനിയും വീഡിയോസ് ചെയ്യുവാനായിട്ട്. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ദി ചാനൽ. അതേപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.